ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളും അതുകൂടാതെ ഇന്ന് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പിന്നെ പുഷ്പ 2 എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളോ അതുപോലെ തന്നെ സിനിമ പിന്നെ സീരീസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ബിന്ദു പണിക്കർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ജമീൽ ആൻഡ് പൂവൻ കോഴി എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായ സിനിമയാണ്. തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ സിനിമയുടെ OTT അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ ഇട്ടതുകൊണ്ട് ഇനി ഒരു ട്രെയിലറും കൂടി അവർ പുറത്തിറക്കും. അതിനുശേഷം ഡേറ്റ് അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്, തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. ബ്രേക്ക് ഔട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബ്രേക്ക് ഔട്ട് ത്രില്ലർ മൂവിയാണ്. ETV വിൻ വഴി ഈ ഒരു സിനിമ ജനുവരി മാസം 9-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു തമിഴ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സീൻ നമ്പർ 62 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. റെന്റ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. ബ്ലാക്ക് വാറന്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജനുവരി മാസം 10-ാം തീയതിയാണ് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്നത്. ഹിന്ദി ത്രില്ലർ സീരീസ് ആണ്. മറ്റു ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ അല്ലു അർജുൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ക്രൈം ത്രില്ലർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു പുഷ്പ 2 ദ റൂൾ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിയാൽ ജനുവരി മാസം 30-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ്, ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു സർപ്രൈസ് അപ്ഡേറ്റ് കൂടി അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ജനുവരി മാസം 11-ാം തീയതി ഈ ഒരു സിനിമ തിയേറ്ററിൽ 20 മിനിറ്റ് കൂടി ആഡ് ചെയ്തിട്ടുള്ള വേർഷൻ, റീലോഡഡ് വേർഷൻ റിലീസ് ചെയ്യുന്നുണ്ടെന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം തന്നെ ഈ സിനിമ പിന്നെ OTT റിലീസ് ചെയ്യുന്ന സമയത്ത്, നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ആ ഒരു 20 മിനിറ്റും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാന്നുള്ള അപ്ഡേറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും 11-ാം തീയതി സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാണ്. ഏകദേശം 4 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം വരിക. അപ്പോൾ ഏകദേശം 4 മണിക്കൂർ, 3.25 മണിക്കൂർ, 3 മണിക്കൂർ 50 മിനിറ്റിനടുത്ത് ഏകദേശം ദൈർഘ്യം വരും. അപ്പം എന്താണ് എന്താ പറയുക, എക്സ്റ്റൻഡഡ് വേർഷൻ എന്തായിരിക്കും, റീലോഡഡ് വേർഷൻ എന്തായിരിക്കും എന്നുള്ളത്, എന്തൊക്കെയാണ് കട്ട് ചെയ്ത് പോയത് വേർഷൻ പിന്നെന്താ പറയുക അതിൽ ആഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും റിലീസ് ചെയ്യുന്ന സമയത്ത് തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലൊക്കെ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി അവൈലബിൾ ആയിരിക്കും. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു എക്സ്റ്റൻഡഡ് വേർഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും 3.5 മണിക്കൂർ തിയേറ്ററിൽ കണ്ടതാണ്. ഒരു 20 മിനിറ്റ് കൂടി ആഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ആൾക്കാർ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇപ്പോൾ ഏകദേശം 2,000 കോടിക്ക് അടുത്ത് ഈ ഒരു സിനിമ കളക്ട് ചെയ്തു. ഇത് ഇന്ത്യൻ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.